നാട്ടിലെ കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന സെഗ്മെന്റായ നക്ഷത്ര തിളക്കത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അജിത് MP ആണ്. അജിത്, നമസ്കാരം. എന്താണ് വിശേഷം? നല്ല വിശേഷം. അജിത്ത് ഒരു തെറാപ്പിസ്റ്റ് ആണ്. അതെ. ഒരുപാട് പേർക്ക് സാന്ത്വനമേകുന്ന ഒരാളാണ്. കലാരംഗത്ത് കുറച്ചു കാലങ്ങളായിട്ട് അജിത്തിന്റെ സേവനമുണ്ട്. അപ്പോ ഏകദേശം എത്ര വർഷത്തോളമായിട്ട് അജിത്ത് ഈ രംഗത്ത് സജീവമായിക്കൊണ്ടിരിക്കുകയാണ്? അതായത് ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചാൽ എഴുത്തുകാരനാവുന്നുള്ളതാണ്. എഴുത്തുകാരനാവണം എന്നുള്ളതാണ്. അത് ഇന്ന് വന്നിട്ടാണ് അങ്ങനെ കഥകൾ എഴുതി. പിന്നെ അത് കഥകൾ എഴുതും, പക്ഷെ അത് കേൾക്കാൻ ആരുണ്ടാവില്ല. അങ്ങനെയാണ് ടീം പൂജ്യത്തിൽ വന്നത്. അവിടെ നിന്നാണ് പിന്നെ ഒത്തിരി തുടക്കം വന്നത്. അവിടുത്തെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ടീം പൂജ്യവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് അജിത്ത് കൂടുതൽ കലാപ്രവർത്തനം ചെയ്തിട്ടുള്ളത് നാട്ടില്. അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ ടീമിന്റെ ഒരു ഭാഗമാണ്. ഞങ്ങൾ കുറെ വർക്കുകൾ വരുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു എഴുത്തുകാരൻ എന്ന നിലയില് എൻ്റെ ഒരു കൗതുകമാണ് കേട്ടോ. എഴുത്തുകാരൻ എന്ന നിലയില് എത്തരം കഥകൾ എഴുതാനാ? ഇപ്പൊ ചിലർക്ക് ഹാസ്യം ഭയങ്കരമായിട്ട് വഴങ്ങും, ചിലർക്ക് ഭയങ്കര സീരിയസ് സാധനങ്ങളായിരിക്കും എഴുതാൻ, ചിലർക്ക് ഹൊറർ സ്റ്റോറി ആയിരിക്കും. അജിത്തിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനത്തെ സംഭവങ്ങളാണ് കൂടുതൽ ആസ്വദിക്കുന്നത്? കോമഡി എഴുതാനാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അജിത്ത് കോ-റൈറ്റർ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു മാർത്താ മറിയം എന്ന് പറയുന്ന പാവട്ടിപ്പള്ളിയുടെ ഒരു പ്രൊമോ. അതില് ചില കോമഡി എലമെന്റ്സ് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിടയ്ക്ക് ഫില്ലറുകൾ ഇടുന്നതായാലും വെർബൽ കൗണ്ടറുകളായാലും ചെറിയ രീതിയിൽ ഒരു പ്രൊമോയിലൊക്കെ നമുക്ക് ഇതിനുള്ള സാധ്യതകൾ കുറവാണ്. എന്നിരുന്നാൽ പോലും ഉള്ള സോഴ്സ് വെച്ചിട്ട് എല്ലാ സംഭവങ്ങൾ വെച്ചിട്ട് അജിത്ത് അതിന് മാക്സിമം പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു സിനിമയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ചെറിയ ചെറിയ പ്രൊമോസ്, ഷോർട്ട് ഫിലിംസ്, അത്തരം കാര്യങ്ങളാണ്. നാട്ടിലെ കർമ്മമേഖലകളിലാണ് നമ്മൾ കൂടുതൽ സജീവമാകുന്നത്. തീർച്ചയായിട്ടും അജിത്തിന്റെ ഉള്ളില് ബിഗ് സ്ക്രീൻ ഒരു സ്വപ്നമായിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ അജിത്ത് നേരത്തെ പറഞ്ഞത് എനിക്ക് ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ബിഗ് സ്ക്രീനില് എത്തരം സിനിമകളാണ് കാണാനായിട്ട് ശ്രമിക്കാറുള്ളത്? കോമഡി സിനിമകളാണ് അതിനോട് കൂടുതൽ താല്പര്യമുള്ളത്. അതെ, കാരണം അത് കണ്ടു നമുക്കൊരു മനസ്സിന് തൃപ്തിയാണ്. അതാണ് നമുക്ക് വേണ്ടത്. അതായത് ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കാൻ പഠിക്കണം, തമാശ പറയാൻ പഠിക്കണം എന്നുള്ളൊരു വിഷൻ അജിത്തിനുണ്ട്. ചിരിപ്പിക്കാൻ ഏറ്റവും വലിയ കഴിവ്. തീർച്ചയായിട്ടും ചിരിപ്പിക്കാൻ. അത് ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയല്ല, അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് എഴുതുന്നവരൊക്കെ പറയാറുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരാളെ കരയിപ്പിക്കാൻ പെട്ടെന്ന് പറ്റും, പക്ഷെ ചിരിപ്പിക്കാൻ അത്ര പെട്ടെന്ന് പറ്റില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ എഴുത്തുകാരനായിട്ടുള്ള അജിത്തിനാണ് ഇവിടെ പറഞ്ഞു തുടങ്ങിയത്. അജിത്ത് മെയിൻ ഒരു ക്യാരക്ടറായിട്ട് ഇപ്പൊ ഒരു പ്രൊമോ ഉണ്ടെന്ന് കേട്ടു, കോരന്റെ കഥ. അതിലെ ഒരു ആക്ടിങ് സൈഡാണല്ലോ അജിത്തിന്റെ. അപ്പൊ എങ്ങനെയാണ് അതിലേക്ക് അജിത്ത് എത്തിപ്പെടുന്നത്? അതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ തന്നെയായിരുന്നു. അതിന്റെ ഡയറക്ഷൻ ഒരു സജഷൻ ആയിരുന്നു എന്നാ വയ്ക്കാന്നുള്ളത്. ഞാൻ ആലോചിച്ചപ്പോ ഓക്കെ തോന്നി. ചെയ്യാൻ പറ്റുന്ന എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, പക്ഷെ ചെയ്തു തന്നപ്പോ ഓക്കെയാണ്. അതിനോട് ബന്ധപ്പെടുത്തി വേറൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു അന്തരീക്ഷം നാട്ടില് പലപ്പോഴും നമ്മൾ പല വിഷയങ്ങളും കാണാറുണ്ട്. കാരണം കാലഘട്ടം മാറുന്നതിനനുസരിച്ച് അതിൽ പല വിഷയങ്ങൾ വരുമ്പോൾ വർഗീയപരമായിട്ടൊക്കെ ആളുകൾ അടിച്ചു പിരിയുന്ന ഒരവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അജിത്ത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് നാട്ടിലെ തിരുനാൾ പ്രമുഖകളുടെ പിന്നിലും മറ്റ് സംഘടനകളുടെ പുറകിലൊക്കെ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ സഹകരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതൊരു മാനവികതയുടെ ഒരു സന്ദേശമാണ്. അതായത് കലയിലൂടെ ആളുകൾ തമ്മിൽ ഐക്യപ്പെടുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ആരാണ് അങ്ങനെ ഒരു ചിന്തയ്ക്ക് ഒരു റോൾ മോഡൽ എന്ന് പറയാനുള്ളത്? തീർച്ചയായും കോളേജ് ലൈഫിലാണ് അങ്ങനെ ഒരു മാറ്റം വന്നത്. അവിടെ നിന്ന് തുടങ്ങിയാണ്. അത് വേറെ ആരും റോൾ മോഡൽ ഇല്ല, നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു അന്ന് മുതലേ ചിന്തകളുണ്ട്. അപ്പൊ ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാല്, ഞാൻ മാർത്താ മറിയം ബാൻഡ് സംഘം എന്ന് പറയുന്ന പ്രൊമോയില് ഡയറക്ടർ അജിയാണ്. അപ്പൊ അത് ഞാൻ ആളുകളെ ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രൊമോ ആണ്. അതോടൊപ്പം തന്നെ ആ ടീം നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അതായത് കല എന്ന് പറയുന്നത് വിവിധങ്ങളായിട്ടുള്ള ആളുകളെ സംയോജിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് വരികയാണ്. വേറൊരു കാര്യം അജിത്തിനെ കുറിച്ച് കേട്ടത്, അജിത്ത് ഒരു ഫിലിം ക്ലബിന്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നാട്ടില് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫിലിം ക്ലബ്ബുകളുണ്ട്, പക്ഷെ വളരെ സജീവമായ ഒരു ഫിലിം ക്ലബിന്റെ ഭാഗമായിട്ട് വരികയും അതിലൂടെ കലാപ്രവർത്തനത്തിലേക്ക് അടക്കുകയും ചെയ്ത ഒരാളാണ് അജി. എങ്ങനെയായിരുന്നു ഫിലിം ക്ലബിന്റെ പ്രവർത്തനങ്ങളൊക്കെ? അത് ഞാനൊരു ഫ്രണ്ട്, ജയ്ഫ് എന്നൊരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങളെല്ലാം കൂടി തുടങ്ങിയതാണ്.
ആർട്ട് സ്ക്രീൻ എന്നാണ് അതിന്റെ പേര്. എന്തായിരുന്നു? ആർട്ട് സ്ക്രീൻ. ആർട്ട് സ്ക്രീൻ. സ്ക്രീൻ അന്ന് തുടങ്ങി. അന്ന് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വളരെ കുറച്ച് സമയം പോയുള്ളൂ. അത് വെച്ചാൽ വല്ലാണ്ട് മുന്നോട്ട് പോയില്ല. പിന്നെ അവിടെ ചെല്ലാം അവസാനിപ്പിക്കേണ്ടി വന്നു. പക്ഷെ ഉള്ളില് എപ്പോഴും ഇത് അപ്പൊ എന്തൊക്കെയായിരുന്നു അതിന്റെ പ്രവർത്തനങ്ങൾ? എന്തെങ്കിലും ഫിലിം ഫെസ്റ്റിവൽ പോലുള്ള പരിപാടികളോ അല്ലെങ്കിൽ ഞങ്ങള് ഡോക്യുമെന്ററി അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ട് തുടങ്ങിയതാണ്. ഡോക്യുമെന്ററി, ഷോർട്ട് ഫിലിം. എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഒരു 10 പേരൊക്കെ ഉണ്ടായിരുന്നു. 10 പേരുണ്ടായിരുന്നു. പക്ഷെ അത് അധികം മുന്നോട്ട് പോയില്ല. പക്ഷെ നമുക്ക് ആഗ്രഹം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയാ, അജിത്തിന്റെ വീട്ടില് തന്നെ അജിത്തിന്റെ റൂട്ടിൽ സഞ്ചരിക്കുന്ന അനിയന്മാരോ ചേട്ടന്മാരോ അങ്ങനെ ഒരു പാരമ്പര്യം അവകാശപ്പെടാനുണ്ടോ അജിത്തിന്? അങ്ങനെ ആരില്ല. ഇല്ല. സ്കൂളിൽ പഠിക്കുമ്പോ നമ്മള് അങ്ങനെ എന്തെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കുകയോ അങ്ങനെയുള്ള ചോയ്സുകളൊക്കെ അന്ന് അതിലൊക്കെ സജീവമായിരുന്നു? ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നിനും പങ്കെടുത്തിട്ടില്ല. പല ആളുകളും പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ അങ്ങനെ ഞാൻ എഴുതുന്ന ഒരാളായിരുന്നു. പിന്നീട് അത് ഒരു മീറ്ററിൽ എത്തുമ്പോഴാണ് ആളുകളോട് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ സ്കൂളിൽ യാതൊരു കാര്യത്തിലും സജീവമായിരുന്നില്ല. അപ്പൊ എഴുത്തിനോട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു താല്പര്യം തോന്നുകയാണ് ഡിഗ്രി പഠനകാലത്ത്. ഇഷ്ടമായിരുന്നു. കാരണം ഞാൻ കുറെ ഡയറി എഴുതും. അതിന് വായിക്കുമ്പോ ചിലപ്പോ വായിക്കുമ്പോ ചിരി വരും, ചിലപ്പോ വിചാരിക്കും ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതുകയെന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് നമ്മള് 10ാം ക്ലാസ്സിലെ പാത്തുമ്മയുടെ ആട് നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷ്വലൈസേഷൻ കിട്ടും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് വായിക്കുമ്പോൾ തന്നെ ചിരിക്കും. അങ്ങനെ നമ്മൾ അത്തരം കഥകൾ എഴുതുമ്പോൾ ഒരു റൈറ്റർ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് അതിന്റെ ആസ്വാദനം? ഭയങ്കരമായിട്ട് ചിരിക്കാറുണ്ടാ? വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാ? അങ്ങനെ ചില സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ വീട്ടുകാർക്ക് ഈ കലാപ്രവർത്തനത്തോടുള്ള ഒരു അപ്രോച്ച് ഒക്കെ എങ്ങനെയാണ്? വീട്ടുകാര് പരമാവധി ഞാൻ വീട്ടിലങ്ങനെ അവതരിപ്പിക്കാറില്ല. ഏറ്റവും കൂടുതൽ എന്റെ ഫ്രണ്ട് ലിജോനെ അറിയാലോ? അറിയാം. ലിജോ KS ആളായിട്ടാണ് ഇപ്പൊ ഞാൻ ഷെയർ ചെയ്യാറ്. ഒരു ആളടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഗ്യാരണ്ടിയാണ്. കാരണം ആള് കേൾക്കും. കേട്ട് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. അതിനുവേണ്ട സജഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറയും. അത്യാവശ്യം ബാക്കപ്പ് തരും. അപ്പൊ വലിയൊരു സുഹൃത്ത് വലയം ഈ കാര്യത്തില് അജീനെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളത്. അപ്പൊ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ മനസ്സിലുണ്ടാവില്ല. ഇപ്പൊ അങ്ങനെ എഴുതാൻ വെച്ച ഒരു കഥയോ അല്ലെങ്കിൽ എഴുതി തീർന്ന കഥകളോ ഒക്കെ അജിത്തിന്റെ കയ്യിലുണ്ടോ? ഇപ്പൊ മലയാള സിനിമയിലെ ഒരു സംവിധായകൻ എടുക്കാന്ന് വിചാരിക്കാം. ഒരു സംവിധായകൻ അജിക്ക് അവസരം തരണം എന്നുണ്ടെങ്കിൽ, ഒരു സ്ക്രിപ്റ്റ് അജിയുടെ ഒരു സംവിധായകൻ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഏത് സംവിധായകനാണ് അജി ചൂസ് ചെയ്യുക? വിപിൻ ദാസ്. അതായത് ഇപ്പൊ വാഴ എന്ന് പറയുന്ന സക്സസ്ഫുള്ളി റണ്ണിങ് ആയിട്ടുള്ള വിപിൻ ദാസ് ഉണ്ട്. അപ്പോ തീർച്ചയായിട്ടും നാട്ടിലെ ഒരു കലാപ്രവർത്തകൻ എന്ന നിലയിൽ അജിയെ പോലുള്ള ആളുകൾ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം വളരെ വലുതാണ്. തുടർന്നും ഒരുപാട് പ്രൊജക്റ്റുകൾ അജിയുടെ ഭാഗത്തു നിന്ന് വരട്ടെ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞാനും കൂടി അറിയുന്ന ഒരാളാണ് അജി. വരും കാലങ്ങളിലൊക്കെ നല്ല നല്ല പ്രൊജക്റ്റുകളുമായിട്ട് സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കാൻ, ഒപ്പം തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ലൈഫ് വളരെ വിജയകരമായിട്ട് കൊണ്ടുപോകാനും അജിക്ക് സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.